ശ്രീ സേനാപതി വേണു, ഇതാണ് കേരള രാഷ്ട്രീയം ഇന്ന് അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം. പ്രത്യേകിച്ച് UDF രാഷ്ട്രീയം അഭിമുഖീകരിക്കുന്ന പ്രശ്നം. നിങ്ങൾ പാണക്കാട് നിങ്ങളുടെ ഹൈക്കമാൻഡായി മാറുന്ന ഒരു സാഹചര്യം, അത് എന്തിനു വേണ്ടിയാണെന്ന് വളരെ കൃത്യമായി ഇവിടുത്തെ വോട്ടർമാർ മനസ്സിലാക്കേണ്ടതുണ്ട്. വളരെ കൃത്യമായി ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ വോട്ടുകൾ ഏകീകരിക്കാനുള്ള നീക്കം പാണക്കാട് കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുകയാണ്. നേരത്തെ ഈ PV അൻവറിൻ്റെ പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയും അതുപോലെയുള്ള തീവ്രവാദ സംഘടനകളുമാണെന്ന് പറഞ്ഞത് CPM ആണ്. അത് ശരിവെക്കുന്ന രീതിയിൽ ചില നീക്കങ്ങൾ PV അൻവറിൻ്റെ ഭാഗത്തു നിന്നും നമ്മൾ കണ്ടു. അറസ്റ്റിലാകുന്നതിന് തൊട്ട് മുൻപ് PV അൻവർ പറഞ്ഞ വാക്കുകൾ എന്താണ്? ഇവിടെ സംഘടിതമായി ന്യൂനപക്ഷത്തിന് നേരെ ആക്രമണം നടക്കുകയാണ്. അപ്പോൾ എങ്ങനെയും അധികാരത്തിൽ വരാൻ വേണ്ടി ഏത് വിധേനയും ആരെ കൂടെ കൂട്ടിയിട്ടായാലും ഈ അധികാരത്തിൽ എത്തുക എന്നത് UDFൻ്റെ ഒരു പൊതു നയമായി ഇരിക്കുകയാണ്. മുസ്ലിം ലീഗ് അതിന് മുന്നിൽ നിന്ന് ചൂട്ടുപിടിക്കുന്നു. കോൺഗ്രസ് പഞ്ചപുച്ഛമടക്കി നിൽക്കുന്ന കാഴ്ചയ്ക്കാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ കേരളം സാക്ഷിയായത്. നീലിമ, എങ്ങനെയെങ്കിലും അധികാരത്തിൽ വരിക എന്നുള്ളതിന്റെ അങ്ങയുടെ ഒരു വ്യാഖ്യാനം അല്ല, എന്റെ വ്യാഖ്യാനമല്ല. മുസ്ലിം ലീഗിന്റെ നേതാവ് സാദിഖ് അലി തങ്ങൾ പറഞ്ഞതാണ്, എങ്ങനെയും അധികാരം പിടിക്കണം. ഇത് എന്റെ വാക്കുകളല്ല, ജനം TVയുടെ വാക്കുകളല്ല. അല്ല, എങ്ങനെയും അധികാരം പിടിക്കുക എന്നതുകൊണ്ട് ഇവിടെ എന്താ പറയുക, ഛത്തീസ്ഗഡില് നക്സലൈറ്റുകൾ ബാലറ്റ് പെട്ടികൾ തട്ടിക്കൊണ്ടു പോകുന്ന പോലെയോ, അല്ലെങ്കിൽ കള്ളയോട്ട് ചെയ്തോ, അതല്ല എങ്കിൽ മരിച്ചുപോയ ആളുകളുടെ വോട്ട് ചെയ്തോ ഒന്നും അധികാരത്തിൽ വരാം എന്ന ഒരു വ്യാഖ്യാനമല്ലല്ലോ. എങ്ങനെയും അധികാരത്തിൽ വരാമെന്ന് പറഞ്ഞാൽ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഏതൊക്കെ ഇഷ്യൂസ് ആണോ ആ ഇഷ്യൂസിനെ മുൻനിർത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പിൽ ജയിക്കാനുള്ള തന്ത്രങ്ങൾ. അപ്പോ അദ്ദേഹം പറഞ്ഞത് എന്താ, ഇനിയൊരു തെരഞ്ഞെടുപ്പിൽ കൂടി തോൽക്കുക എന്നത് അത് ഞങ്ങളെ സംബന്ധിച്ചുള്ള പ്രശ്നമല്ല. ഞാൻ ഇന്ന് ഒരു വാട്സാപ്പ് മെസ്സേജ് ഞാനിത് കഴിയുമ്പോൾ നീലിമയ്ക്ക് അയച്ചു തരാം. പക്ഷേ അത് ലീഗിനെ സംബന്ധിച്ച പ്രശ്നമാണ് സർ. കോൺഗ്രസ് അധികാരത്തിൽ വന്നില്ലെങ്കിലും വലിയ പ്രശ്നമില്ല എന്ന് അങ്ങ് പറയുമ്പോൾ മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് 2 ടേം കഴിഞ്ഞു. ഇനി മൂന്നാമതൊരു ടേം കൂടി അധികാരത്തിലില്ലാതെ നിൽക്കുക എന്നത് ലീഗിനെ സംബന്ധിച്ച് ആത്മഹത്യാപരമാണ്. അതുകൊണ്ടാണ് സാദിഖ് അലി തങ്ങൾ പറഞ്ഞത് എങ്ങനെയും അധികാരം പിടിക്കണമെന്ന്. അല്ല, അത് ലീഗിനെ സംബന്ധിച്ചോ കോൺഗ്രസിനെ സംബന്ധിച്ചോ അല്ല, കേരളത്തെ സംബന്ധിച്ച് ഇനി ഒരിക്കൽ കൂടി ഇടതുപക്ഷം കേരളത്തിൽ അധികാരത്തിൽ വരിക എന്ന് പറഞ്ഞാൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത് സർവനാശമാണ്. കാരണം ഇന്ന് വന്ന ഒരു വാട്സാപ്പ് മെസ്സേജ്, 1,80,000 ആളുകളെയാണ് വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ എന്താ പറഞ്ഞ നിയമിച്ചിരിക്കുന്നത്. പിൻവാതിൽ നിയമനം എന്ന് പറയുന്നത്. പരീക്ഷാ സംവിധാനങ്ങൾ മുഴുവൻ നാട്ടിൽ തകർന്നു. ചോദ്യപേപ്പറുകൾ ചോരുക എന്നുള്ളത് ഇപ്പൊ നമ്മുടെ നാട്ടിൽ വാർത്ത പോലും അല്ലാതായിരിക്കുക എന്ന് പറഞ്ഞാൽ സകല സർക്കാർ സംവിധാനങ്ങളിലും കമ്മ്യൂണിസ്റ്റ് കടന്നുകയറ്റം വന്ന് ഒരു സംവിധാനത്തെ ആകെ അവർ തകർത്തിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇനി ഒരിക്കൽ കൂടി തകർന്നെങ്കിൽ, ഈ സംവിധാനം തകർന്നെങ്കിൽ ആരാണ് അതിന് ഉത്തരവാദി? അങ്ങനെ ഭരണപക്ഷം ചെയ്യുമ്പോൾ അതിനെ തിരുത്താൻ പ്രാപ്തമായ ഒരു പ്രതിപക്ഷം ഉണ്ടാകുന്നില്ല എന്നതല്ലേ യാഥാർത്ഥ്യം? അവിടെയല്ലേ നിങ്ങൾ പരാജയപ്പെട്ടത്? മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് എന്താണ്? മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് എന്താണ്? PV അൻവർ ഉയർത്തിയ രാഷ്ട്രീയം ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ മുന്നിട്ടിറങ്ങി ഈ സമരത്തിനൊന്നും ഇറങ്ങാത്തത് കൊണ്ടല്ലേ PV അൻവർ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം മുതലെടുപ്പൊക്കെ നടത്തുന്നത്. അത് കോൺഗ്രസിന് ഇഷ്ടമല്ലെങ്കിൽ കൂടി അല്ല, എല്ലാ സമരങ്ങളിലും കേരളത്തിൽ മുന്നിൽ നിൽക്കുന്നത് കേരളത്തിലെ പ്രതിപക്ഷമാണ്. കേരളത്തിൽ ഞങ്ങൾ മുന്നിൽ നിൽക്കുന്നത് കൊണ്ടാണ് പാലക്കാട് 3800 വോട്ടിന് കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചത് ഞങ്ങൾ 12,000 ആയത്. കഴിഞ്ഞ പ്രാവശ്യം 39,400 ജയിച്ച ചേലക്കരയിൽ അത് 12,000 കുറച്ചത്. 3,40,000 രാഹുൽ ഗാന്ധി ജയിച്ച വയനാട്ടിൽ ഞങ്ങൾ 4,10,000 ആയത്. കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനത്തെ ജനങ്ങൾ സ്വാഗതം ചെയ്തു, ഇഷ്ടപ്പെട്ടു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഇനി ഞാൻ 2 കാര്യം, റെജി ലൂക്കോസ് പറഞ്ഞ ഒരു കാര്യത്തിന്റെ ഒരു മറുപടി. അതിൽ പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് തമാശ പറയുന്നു എന്നുള്ളതാണ്. അത് ഏത് ഘട്ടത്തിലാണെന്നുള്ളത്, ഞാൻ ചേലക്കര തെരഞ്ഞെടുപ്പിന്റെ ചുമതലയിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. PV അൻവർ ഒരു പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞു, ചേലക്കരയിൽ മത്സരിക്കുന്ന UDFന്റെ സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിനെ പിൻവലിച്ചുകൊണ്ട് സുധീറിന് പിന്തുണ കൊടുക്കണം എന്ന് അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തിയിട്ട് പറഞ്ഞപ്പോ ആ വാർത്താ സമ്മേളനത്തെ കോട്ട് ചെയ്തുകൊണ്ടാണ് പറഞ്ഞത്. അല്ലാതെ PV അൻവറിനെ അല്ല അവിടെ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ ആ ഇഷ്യൂവിനെ കോട്ട് ചെയ്തുകൊണ്ടാണ് പറഞ്ഞത് തമാശ പറയുന്നു എന്നുള്ളത്. ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം അതല്ല. പിന്നെ അപ്പോൾ കൊള്ളാവുന്നവർ UDFിലെ ഞങ്ങളുടെ പാർട്ടിയിൽ ഉണ്ടെന്ന് പറഞ്ഞതോ? ഏതാ? കൊള്ളാവുന്നവരൊക്കെ ഞങ്ങളുടെ പാർട്ടിയിൽ ഓൾറെഡി ഉണ്ടെന്ന് പറഞ്ഞതോ?
UDF സംവിധാനത്തിൽ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ പിൻവലിച്ചിട്ട് അദ്ദേഹത്തിന്റെ DMK എന്ന് പറയുന്ന പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്ക് അവിടെ ഞങ്ങൾ പിന്തുണ കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഈ വാക്കല്ലാതെ, തമാശ പറയരുത് എന്നുള്ള വാക്കല്ലാതെ മറ്റേത് പദമാണ് നീലിമ അവിടെ? അപ്പോൾ ഒരു കാട്ടാനയുടെ പ്രശ്നം വന്നപ്പോൾ നിങ്ങൾ ഇതുവരെ PV അൻവർ നിങ്ങളോട് ചെയ്ത ദ്രോഹമെല്ലാം നിങ്ങൾ മറന്നോ? രാഹുലിന്റെ പിതൃത്വത്തെ ചോദ്യം ചെയ്ത, അങ്ങേയറ്റം സ്ത്രീവിരുദ്ധ പ്രസ്താവന നടത്തിയ, DNA ടെസ്റ്റിന് രാഹുലിനെ വിധേയമാക്കണം എന്ന് പറഞ്ഞ ആളെ നിങ്ങൾ സർവാത്മന എങ്ങനെയാണ് സാർ സ്വാഗതം ചെയ്യുന്നത്? അതങ്ങോട്ട് ശരിയാകുന്നില്ലല്ലോ ആ കെമിസ്ട്രി. അല്ല, ആ കെമിസ്ട്രി ശരിയാകാത്തതെന്ന് പറഞ്ഞാൽ PV അൻവർ അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചത്, ആരോപണത്തിൽ നിരുപാധികം മാപ്പ് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞത് അത് തെറ്റായി പോയി, ഞാൻ ഇന്ത്യയിൽ ഏറ്റവും അധികം ബഹുമാനിക്കുന്ന ഒരു കുടുംബം നെഹ്റു കുടുംബമാണ്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു തന്റെ തറവാട്ടിൽ ആതിഥേയം സ്വീകരിച്ചു വന്നിട്ടുണ്ട്, അവിടെ താമസിച്ചിട്ടുണ്ട്. കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ പങ്കെടുക്കാനായി മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ വന്നപ്പോഴെന്ന് അദ്ദേഹം തന്നെയല്ലേ പരസ്യമായിട്ട് പറഞ്ഞത്. ഞാൻ രാഹുൽ ഗാന്ധിക്കെതിരെ പറഞ്ഞ കാര്യം സമ്പൂർണ്ണമായി തെറ്റായി പോയി, അതെനിക്കുണ്ടായ ഒരു പിഴവാണ് എന്ന് പരസ്യമായി മാപ്പ് പറഞ്ഞുകൊണ്ടല്ലേ പ്രിയങ്ക ഗാന്ധിക്ക് വയനാട്ടിൽ അദ്ദേഹം നിരുപാധികമായി പിന്തുണ കൊടുത്തിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് എന്താണ് ഒരു കാര്യത്തിൽ ചെയ്യേണ്ടത്? പിന്നെ 150 കോടി രൂപയുടെ ആരോപണം അദ്ദേഹം ഉന്നയിച്ചത് നിയമസഭയ്ക്കകത്ത്. ഞാൻ ചോദിക്കുന്നു, ആ ആരോപണം നിലനിൽക്കുന്നുവെങ്കിൽ സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റ്, ഇവിടെ റെജി ലൂക്കോസ് പറഞ്ഞ പോലെ വന്ന കണ്ടെയ്നർ മീൻ വണ്ടിയുടെ എന്താ പറഞ്ഞ മീൻ കൊണ്ടുവരുന്ന അതിന്റെ ക്യാബിൻ പരിശോധിച്ച് ഇതൊക്കെ ഇപ്പോഴും നടപടി സ്വീകരിക്കാൻ കഴിയുന്നതാണല്ലോ. അത് ഒരു ആരോപണത്തിന് വേണ്ടി അദ്ദേഹം ഉന്നയിച്ച ആരോപണമാണെന്ന് അൻവറിനും അറിയാം, മുഖ്യമന്ത്രിക്കും അറിയാം, കേരളത്തിലെ പൊതുസമൂഹത്തിനും അറിയാം. പക്ഷെ ഇപ്പോൾ ഞാൻ പറഞ്ഞിരിക്കുന്നത് അൻവർ ഉയർത്തിയിരിക്കുന്ന ചില ഇഷ്യൂസ്, ആ ഇഷ്യൂസ് അത് UDF പറഞ്ഞു തരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. കാരണം കേരളത്തിൽ പാണ്ഡ്യാല ഷാജി പറഞ്ഞ പോലെ ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മറവിൽ നടക്കുന്ന ഇത്ര നെറികെട്ട ഭരണം, നീചമായ ഒരു ഭരണം, ആ ഭരണത്തിനെതിരെയുള്ള കേരളത്തിലെ ഒരു മൂവ്മെന്റ്, ആ മൂവ്മെന്റിൽ ആരെയൊക്കെ കൂട്ടാമോ അവരെയൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഈ ഗവൺമെന്റിനെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കുക എന്നുള്ളത് പ്രതിപക്ഷം എന്ന നിലയിൽ ഞങ്ങളുടെ കർത്തവ്യമാണ്. പക്ഷേ ഗോകുൽ യുവരാജിന്റെ പാർട്ടിക്ക് ഒരു ലക്ഷ്യമുണ്ട്, അത് CPM-നും ഉള്ളതാണ്. ഇവർ രണ്ടു കൂട്ടരും ആഗ്രഹിക്കുന്നത് കോൺഗ്രസ് തകർന്ന ആ പ്ലാറ്റ്ഫോം. അതുകൊണ്ടാണ് ഇവർ രണ്ടു കൂട്ടരും മാറി മാറി കോൺഗ്രസിനെ എതിർക്കുന്നത്. ഇത്രയും വലിയ അഴിമതിയും അരാജകത്വവും നടക്കുന്ന ഒരു നാട്ടില് ഇവിടെ PV അൻവർ ഞങ്ങളുടെ പാർട്ടിയിലേക്ക് വരുന്നതാണല്ലോ യുവരാജ് ഗോകുലിന് ആക്ഷേപമായിട്ട് തോന്നിട്ടുള്ളത്. ഞാൻ ചോദിക്കുന്നത്, രാമൻ നായരും പ്രമീളാദേവിയും ഒക്കെ കോൺഗ്രസ് വിട്ട് അപ്പുറത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോ അവരുടെ DNA ഒന്നും നിങ്ങൾ പരിശോധിച്ചിട്ടില്ലോ, അവിടെ ഒരു പരിശോധന നടത്തിയിട്ടില്ലോ. ഞങ്ങൾ അതുപോലെ തന്നെ ഈ പറയുന്ന ഡോക്ടർ സരിൻ ആദ്യം സമീപിച്ചത്, ഇല്ലെങ്കിൽ ആദ്യം ചർച്ച നടത്തിയത് നിങ്ങളുടെ പാർട്ടിയുമായിട്ടാണല്ലോ. നിങ്ങൾക്ക് കിട്ടാതെ വന്നു കഴിഞ്ഞപ്പോൾ കിട്ടാത്ത മുന്തിരിങ്ങ ഒക്കെ പുളിക്കും എന്നുള്ളതാണ്. ഞങ്ങൾ ഒരു കാര്യം ഞാനൊരു മറുപടി പറഞ്ഞോട്ടെ. ശ്രീ സേനാപതി വേണു, എന്റെ അവസരമായി എന്റെ അവസരം, യുവരാജ് എന്റെ അവസരമായതുകൊണ്ട് ഞാൻ പറഞ്ഞു. നീലിമ വല്ലാതെ ഇടപെടുന്നു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞങ്ങൾ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് രാഷ്ട്രീയമായ നിലപാടാണ്. മുമ്പൊരാൾ എന്തു പറഞ്ഞിരുന്നു അല്ലെങ്കിൽ മുമ്പ് എന്ത് പ്രസ്താവിച്ചിരിക്കുന്നു എന്നുള്ളതല്ല, മറിച്ച് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്ന ആശയവും ഞങ്ങൾ ഉയർത്തിയിരിക്കുന്ന ഇഷ്യൂസുമായി ചേർന്ന് നിന്നുകൊണ്ട് PV അൻവർ പ്രവർത്തിക്കുന്നു. ആ PV അൻവർ എന്തുകൊണ്ട് പാണക്കാട് തങ്ങളെ കാണാൻ പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, മലപ്പുറം പോലെ ഒരു ജില്ലയിൽ അവിടുത്തെ പ്രോമിനന്റ് ആയ പാർട്ടി ആ പാർട്ടിയുടെ നേതാവിനെയും നേതൃത്വത്തെയും കാണും. അപ്പൊ മുമ്പ് യുവരാജ് ഗോകുൽ പറഞ്ഞു, എന്താ പറഞ്ഞ സന്ദീപ് വാര്യർ വന്നു കഴിഞ്ഞപ്പോഴും അവിടെയാണ് പോയത്. സന്ദീപ് വാര്യർ ആദ്യം കാണുന്നത് APC പ്രസിഡന്റിനെ, പ്രതിപക്ഷ നേതാവിനെ, മുരളീധരനെ, കോൺഗ്രസിന്റെ എല്ലാ നേതാക്കളെയും കണ്ട് ഈ പാർട്ടിയിൽ ചേർന്നതിന് ശേഷമാണ് ഈ പാർട്ടിയിലെ രണ്ടാമത്തെ ഘടകകക്ഷിയുടെ നേതാവിനെ, അന്ന് അദ്ദേഹം പാലക്കാട് തെരഞ്ഞെടുപ്പിനായിട്ട് വന്നില്ല, എങ്കിലും അവിടെ കാണുമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ വസതിയിൽ പോയി സന്ദർശിച്ചത്. അതൊരു രാഷ്ട്രീയ മര്യാദയുടെ ഭാഗമാണ്. അതല്ലാതെ കോൺഗ്രസ് ആർക്കെങ്കിലും കീഴടങ്ങുന്നുവെന്നോ അല്ലെങ്കിൽ കോൺഗ്രസ് ആരുടെയെങ്കിലും മേൽ അപ്രമാദിത്വം കാണിക്കുന്നോ ഇതൊന്നുമില്ല. ആ അപ്രമാദിത്വമൊക്കെ മറ്റു മുന്നണികളിലാണ്. BD JS എന്ന് പറയുന്ന ഒരു പാർട്ടി ഉണ്ടല്ലോ യുവരാജ് ഗോകുലിന്റെ NDA-യിൽ, അവരെവിടെ നിൽക്കുന്നു, അവരുടെ സ്ഥാനം എവിടെയാണ്? അപ്പോ ഇതൊക്കെ ഇടതുപക്ഷത്ത് ഏത് കക്ഷിയാണ് CPM-നെതിരെ ഒരു വർത്തമാനം പോലും പറയാൻ ശേഷിയുള്ളവരായിട്ടുള്ളത്? അവിടെയൊക്കെ മുന്നണികളിൽ വലിയേട്ടൻ മനോഭാവവും ഇതൊക്കെ ഉണ്ട്. പക്ഷേ UDF-നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഒരു കാര്യം പറയുന്നു,
ഈ ഗവൺമെന്റിനെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കുക എന്നുള്ളത് ഞങ്ങളുടെ പ്രഖ്യാപിതമായ ലക്ഷ്യമാണ്. ആ ലക്ഷ്യത്തിൽ ഞങ്ങൾക്കൊപ്പം ശ്രീ അൻവർ നിൽക്കാൻ തയ്യാറാണെങ്കിൽ യുവരാജ് ഗോകുൽ, ഈ സർക്കാരിനെ അധികാരത്തിൽ നിർത്താൻ ഏത് ശക്തികളുമായി ഞാൻ അതിനകത്ത് അദ്ദേഹം പറഞ്ഞ ലോജിക്കലി തന്നെ നമുക്ക് അതിനകത്ത് മറുപടി പറഞ്ഞല്ലേ പറ്റുള്ളൂ. സാർ സരിന്റെ ഞാൻ ആദ്യത്തെ റൗണ്ടിൽ മറുപടി പറയണമെന്ന് വിചാരിച്ചാണ്, ഞാൻ വിട്ടുപോയതാണ്. സാർ സരിന്റെ പേര് പറഞ്ഞിരുന്നല്ലോ. ഈ സരിന് കോൺഗ്രസ് വിട്ട് CPM-ലേക്ക് പോയപ്പോൾ CPM-ലേക്ക് പോകുന്നതാണ് ഞങ്ങൾ കണ്ടത്. അല്ലാണ്ട് LDF-നകത്തുള്ള മറ്റ് ഘടകകക്ഷികളുടെ എല്ലാവരുടെയും വീട്ടുപടിക്കൽ പോയി നിൽക്കുന്നതൊന്നും ഞങ്ങൾ കണ്ടില്ല. അവിടെയൊക്കെ പോകുന്നതിനകത്ത് തെറ്റാണെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. സ്വാഭാവികമായിട്ട് ഒരു മുന്നണിയിലേക്ക് എത്തിക്കഴിയുമ്പോൾ അവിടെയുള്ള നേതാക്കളെ എല്ലാവരെയും പോയി കാണുക എന്നൊക്കെ പറയുന്നത് നടക്കുന്ന കാര്യം തന്നെയാണ്, അല്ല എന്നൊന്നുമില്ല. ഇപ്പോൾ NDA മുന്നണിയിലേക്ക് ഒരാൾ വന്നു കഴിഞ്ഞാൽ BJP-യുമായിട്ടാണ് സംസാരിക്കുക, BJP-യിലാണ് ചേരുന്നത്. BJP-യിൽ ഉറച്ചതിന് ശേഷം മാത്രമാണ് മറ്റ് പലരെയും പോയി കാണുന്ന സാഹചര്യങ്ങളുണ്ടാകുന്നത്. അതിനൊന്നും ഈ പറയുന്ന പോലത്തെ ഗ്ലോറിഫിക്കേഷനോ അമിത വാർത്താ പ്രാധാന്യമോ ഇത്രയും ലൈവ് ക്യാമറകളെ നിലനിർത്തിയിട്ടുള്ള അത്ഭുത പ്രകടനങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകാറില്ല. ഇപ്പോൾ പ്രമീള ദേവി വന്നാലും രാമൻ നായർ വന്നാലും അല്ല ഇനി മറ്റാരെങ്കിലുമൊക്കെ കോൺഗ്രസിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നാലും അവരെ എല്ലാവരെയും സ്വീകരിക്കുന്നത് BJP-യിലേക്കാണ്. BJP-യിലേക്ക് വരുന്നവരെ അല്ല. ഇനിയിപ്പോൾ ഒരു ഘടകകക്ഷി ഇങ്ങോട്ടേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ BDJS-ൻ്റെ അഭിപ്രായം ഉണ്ടാവും, അവിടെ നമ്മുടെ ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ്റെ പാർട്ടിയുടെ അഭിപ്രായം ഉണ്ടാവും. അങ്ങനെ മറ്റ് പല ഘടകകക്ഷികളുടെയും അഭിപ്രായം വളരെ കൃത്യമായി സ്വീകരിച്ചതിന് ശേഷം മാത്രം, അവരുമായി ചർച്ച ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും മുന്നണിയിലേക്ക് വരിക. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം LDF-ലേക്ക് ഒരു ഘടകകക്ഷി ചേരണമെന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ നേരത്തെ DIC അങ്ങോട്ടേക്ക് പോകുന്ന കാര്യത്തെക്കുറിച്ചിട്ട് പറയുന്നുണ്ടായിരുന്നല്ലോ. DIC അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് CPM-ന് വലിയ ഇഷ്ടമായിരുന്നു, പിണറായി വിജയന് വലിയ ഇഷ്ടമായിരുന്നു, വലിയ സന്തോഷമായിരുന്നു. പക്ഷേ VS അച്യുതാനന്ദന് ഇഷ്ടമല്ലായിരുന്നു, CPI-ക്ക് ഇഷ്ടമല്ലായിരുന്നു. ഒരു പാർട്ടി ഒരു മുന്നണിയിലേക്ക് വരുന്ന സമയത്ത് ഈ മുന്നണികൾക്കകത്ത് വലിയ ചർച്ചയും രണ്ടാമത്തെ കക്ഷിയെയും മൂന്നാമത്തെ കക്ഷിയൊക്കെ പറഞ്ഞ് സമ്മതിപ്പിക്കുവാനുള്ള ഒരാവേശമൊക്കെ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. പക്ഷെ സ്വന്തം പാർട്ടിയിലേക്ക് ഒരാളെ എടുക്കുവാൻ വേണ്ടിയിട്ട് പാണക്കാട് പോയി ശയനപ്രദക്ഷിണം നടത്തിയാൽ മാത്രമേ സാധിക്കൂ എന്ന് പറയുന്ന ഒരു സംവിധാനം കേരളത്തിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിലോ മുന്നണിയിലോ നിലനിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ സാർ അത് നിങ്ങളുടെ പാർട്ടിയിലാണ്. ഹൈക്കമാൻഡിനെ അല്ല ഇവിടെ ബോധിപ്പിക്കേണ്ടി വരുന്നത്, പകരം പാണക്കാടെയാണ് ബോധിപ്പിക്കേണ്ടി വരുന്നത് എന്നുള്ള കാര്യം പൊതുജനങ്ങളുടെ ഇടയിലെ ചർച്ചയാണ്. താങ്കൾക്ക് ഇവിടെ TV ചാനലിലിരുന്ന് നിഷേധിക്കാം, താങ്കൾക്ക് എന്നെ തിരുത്താം, നീലിമയെ പഠിപ്പിക്കാം, റജി ലൂക്കോസിനെ പഠിപ്പിക്കാം, എല്ലാവരെയും പഠിപ്പിക്കാം. പക്ഷേ താങ്കൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം 3.5 കോടി മലയാളികൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ മുമ്പിൽ ഈ സർക്കസ് എല്ലാം തന്നെ ഓടുന്നുണ്ട്. നിങ്ങളുടെ പാർട്ടിയിലേക്ക് വരുന്ന ഓരോരുത്തരും അവിടെ പാണക്കാട് പോയി ഈ പറയുന്ന ഏത്തവിടുകയും ശയനപ്രദക്ഷിണം നടത്തുകയും അത്താണിയെ തേടി പോകേണ്ടിയൊക്കെ വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്നുണ്ടെങ്കിൽ അത് കൊടുത്തുകൊണ്ടിരിക്കുന്ന പൊളിറ്റിക്കൽ മെസ്സേജ് വളരെ തെറ്റാണ് എന്നുള്ള കാര്യം മാത്രം അങ്ങ് ഓർമ്മിപ്പിക്കുന്നു. ശരി, ആ രാഷ്ട്രീയ സന്ദേശമാണ് PV അൻവർ ഇന്ന് ഉയർത്തുന്നത്.